നമസ്തേ, ധ്വനിയുത്തമൻ. ലോകത്തിലെ ഏറ്റവും മോശം ജനങ്ങളിൽ ഒരു വിഭാഗമുള്ളത് ഇപ്പോഴും കേരളത്തിൽ തന്നെയാണ്. വെയിറ്റ്, ഞെട്ടരുത്, ഞാൻ തുടർന്ന് പറഞ്ഞോട്ടെ, കേൾക്കൂ. ഭാരതത്തിൽ ജനിച്ച് ലോകത്തോളം വളർന്ന വിശ്വപൗരന്മാരിൽ മിക്കവരും പശ്ചിമ ബംഗാളിൽ ജനിച്ചവരായിരുന്നു. സ്വാമി വിവേകാനന്ദൻ, വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീരാമകൃഷ്ണ പരമഹംസ, ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നിവരാണ് ആ ചെറിയ ഉദാഹരണങ്ങൾ. സാംസ്കാരിക രംഗത്തും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും വളരെയേറെ അതിപ്രശസ്തരായവരെ സംഭാവന ചെയ്ത നാടാണ് ബംഗാൾ. കലയുടെയും സംസ്കാരത്തിന്റെയും കേദാരമായിരുന്നു ബംഗാൾ. ദേശസ്നേഹികളുടെയും വിപ്ലവകാരികളുടെയും പറുദീസയായിരുന്നു ബംഗാൾ. നൂറ് സ്വതന്ത്ര സമര സേനാനികൾ രക്തസാക്ഷിത്വം വരിച്ച ബംഗാൾ. ലോകപ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞരെ നൽകിയ ബംഗാൾ. മഹർഷി അരവിന്ദും ഖുദിറാം ബോസും റാഷ് ബിഹാരി ബോസും ജോഗേഷ് ചന്ദ്രയും ചിത്തരഞ്ജൻ ദാസും ജതീന്ദ്രനാഥ് ദാസും ബിനോയ് ബസുവും ജനിച്ച ബംഗാൾ. ശ്യാമപ്രസാദ് മുഖർജിയും ബിപിൻ ചന്ദ്രപാലും മാതങ്കനി ഹസ്രയും ശിശിർ കുമാർ ഘോഷും പിറന്ന മണ്ണ്. സത്യജിത് റായുടെയും ബുദ്ധദേവദാസ് ഗുപ്തയുടെയും ഗൗതം ഘോഷിന്റെയും തപൻ സിംഗയുടെയും മൃണാൾ സെന്റിന്റെയും ജന്മം കൊണ്ട് പുണ്യം നേടിയ നാട് ബംഗാൾ. ഇന്ന് ആ ബംഗാളിന്റെ അവസ്ഥ വിവരണാതീതമാണ്. ലോകത്തിന് തന്നെ മാതൃകയാകേണ്ടിയിരുന്ന കല, സാംസ്കാരിക, രാഷ്ട്രീയ, ശാസ്ത്രീയ മേഖലയിൽ എത്രയോ മുകളിലെത്തേണ്ടിയിരുന്ന ആ ബംഗാൾ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആ ബംഗാളികൾ ഇന്ന് ഭാരതത്തിന്റെ മുക്കിലും മൂലയിലുമെല്ലാം തോട്ടിപ്പണിയും കൂലിപ്പണിയും മരം വെട്ടും വണ്ടിപ്പണിയും പൊറോട്ടയടിയും പിന്നെ കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങിയ വാണിഭങ്ങളെല്ലാം ചെയ്ത് മറ്റുള്ളവരുടെ ആട്ടും തുപ്പുമെല്ലാം കൊണ്ട് പുഴുക്കളെ പോലെ ജീവിക്കുന്നു. ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കാൻ ബംഗാളികൾ ചെയ്ത തെറ്റെന്താണെന്നറിയാമോ? കമ്മ്യൂണിസം എന്ന വിദേശ തത്വശാസ്ത്ര വിഷസർപ്പത്തിന് തേനും പാലും നൽകി വളർത്തി വലുതാക്കി അവരെ ഭരണമേൽപ്പിച്ചു. അവർ ബംഗാളിന്റെ സംസ്കൃതിയെ നശിപ്പിച്ചു കളഞ്ഞു. കല, സാഹിത്യം, സംസ്കാരം, രാഷ്ട്രീയം, ശാസ്ത്രം എന്നുവേണ്ട സാധാരണക്കാരുടെ ചിന്തയെ, അവരുടെ വിദ്യയെ പോലും സർവ്വതും നശിപ്പിച്ചു കളഞ്ഞു. ഭാരതത്തിന്റെ സംസ്കാരമോ ചരിത്രമോ പഠിപ്പിച്ചതുമില്ല. ബംഗാളിന്റെ മഹത് പുത്രന്മാരെക്കുറിച്ചും പഠിപ്പിച്ചില്ല. പകരം ഊതിപേർപ്പിച്ച മാർക്സിനെയും എംഗൽസിനെയും സ്റ്റാലിനെയും കുറിച്ച് പഠിപ്പിച്ചു. മയക്കുമരുന്നിന് അടിമയായ ചെഗുവരയെ ആരാധിക്കാനും പഠിപ്പിച്ചു. പ്രാദേശിക ആഘോഷങ്ങൾ ആഘോഷമാക്കാൻ അനുവദിക്കാതെ മെയ് ദിനത്തിലും റഷ്യൻ വിപ്ലവ ദിനത്തിലും ആഘോഷമാക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ശാസ്ത്രീയപരമായും രാഷ്ട്രീയപരമായും കലാപരമായും സാഹിത്യപരമായും എന്തിന് വിദ്യാഭ്യാസപരമായും മുന്നിട്ട് നിന്ന ഒരു ജനത ഇന്ന് വേരറ്റ് വട്ടപൂജ്യമായി പോയി. കേരളത്തിലെയും ഡൽഹിയിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ആളുകൾക്ക് വേല ചെയ്ത് നടക്കുന്നു. 34 വർഷം CPM എന്ന ഭീകരർ ആ നാട് ഭരിച്ചു എന്നതാണ് അതിന്റെ കാരണം. ലോകം മുഴുവൻ 50-ലധികം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒന്നാണ് കമ്മ്യൂണിസം. ഇന്ന് ലോകം മുഴുവൻ ഈ കമ്മ്യൂണിസത്തെ തള്ളിക്കളഞ്ഞു. ബംഗാളിക്ക് അവബോധം ഉണ്ടായപ്പോൾ അവർ ഇവരെ പിടിച്ചു പുറത്താക്കി. ആ മാതൃക ത്രിപുരയും കൈക്കൊണ്ടു. പക്ഷെ പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികളിലെ ഒരു പറ്റം പമ്പര വിഡ്ഢികൾക്ക് ഇതൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഇവിടെ ബംഗാളിനേക്കാൾ കഷ്ടം പിടിച്ച അവസ്ഥയിലായിരിക്കും എന്ന് മാത്രം. ഒരു വിഭാഗത്തിന്റെ മണ്ടത്തരത്തിന് ഇരയാവുന്നത് മലയാളികൾ മൊത്തത്തിലാണ്. ഇനിയും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ സർവനാശം തന്നെയായിരിക്കും. വിദ്യാഭ്യാസത്തെ ഇവിടുത്തെ SFI ഗുണ്ടകളെ ഏൽപ്പിച്ച് അതിന്റെ പരിശുദ്ധി ഇല്ലാതാക്കിയവരാണ് ഇവര്. സിദ്ധാർത്ഥനെ പോലെയുള്ള കുട്ടികളുടെ നിലവിളികൾ കേൾക്കേണ്ടി വരും. ജോലിയില്ലാതെ യുവതലമുറ കേരളം മുഴുവൻ തണ്ടി നടന്ന് അവസാനം നാട് വിട്ടുപോകുന്നു. പിന്നെ അവരുടെ ഗുണ്ടകളെ പിൻവാതിലിലൂടെ തിരികെ കയറ്റുമ്പോൾ ഉണ്ടാകുന്ന അനന്തരഫലം രക്ഷാപ്രവർത്തനത്തിലൂടെ നമ്മൾ കണ്ടതാണ്. അതായത് പുതിയ തലമുറയ്ക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ ചിലത് പിഴുതെറിയണം.